ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ലയണൽ മെസ്സിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊരു ലയണൽ മെസ്സി ഫാൻ ആണെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കണ്ടോളൂ. ലയണൽ മെസ്സിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ലയണൽ മെസ്സി ജനിച്ചത് എന്നാണ്? ലയണൽ മെസ്സി ജനിച്ചത് എന്നാണ്? ഉത്തരം 1987 ജൂൺ 24. 1987 ജൂൺ 24 ലയണൽ മെസ്സി ജനിച്ചത്. രണ്ടാമത്തെ ചോദ്യം. മെസ്സി ഏത് സ്ഥലത്താണ് ജനിച്ചത്? മെസ്സി ഏത് സ്ഥലത്താണ് ജനിച്ചത്? ഉത്തരം അർജന്റീനയിലെ റൊസാരിയോ എന്ന സ്ഥലത്ത്. അർജന്റീനയിലെ റൊസാരിയോ എന്ന സ്ഥലത്താണ് ലയണൽ മെസ്സി ജനിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലയണൽ മെസ്സിയുടെ മുഴുവൻ പേരെന്താണ്? ലയണൽ മെസ്സിയുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം അറിയാവുന്നവർ പെട്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ. നോക്കാം നമുക്ക് ആർക്കൊക്കെ ലയണൽ മെസ്സിയുടെ മുഴുവൻ പേര് അറിയാമെന്ന്. ഉത്തരം ഇതാണ്, ലയണൽ ആന്ദ്രേസ് മെസ്സി. ലയണൽ ആന്ദ്രേസ് മെസ്സി എന്നാണ് ലയണൽ മെസ്സിയുടെ മുഴുവൻ പേര്. അടുത്ത ചോദ്യം. ലയണൽ മെസ്സി 13-ാം വയസ്സിൽ ഏത് ക്ലബിലാണ് ചേർന്നത്? ലയണൽ മെസ്സി 13-ാം വയസ്സിൽ ഏത് ക്ലബിലാണ് ചേർന്നത്? ഉത്തരം FC ബാഴ്സലോണ. ലയണൽ മെസ്സി 13-ാം വയസ്സിൽ ചേർന്ന ക്ലബ്ബാണ് FC ബാഴ്സലോണ. അടുത്ത ചോദ്യം. കുട്ടിക്കാലത്ത് മെസ്സി നേരിട്ട പ്രധാന ആരോഗ്യ വെല്ലുവിളി എന്താണ്? കുട്ടിക്കാലത്ത് മെസ്സി നേരിട്ട പ്രധാന ആരോഗ്യ വെല്ലുവിളി എന്താണ്? ഉത്തരം വളർച്ചാ ഹോർമോൺ കുറവ്. അപ്പോൾ കുട്ടിക്കാലത്ത് മെസ്സിക്ക് വളർച്ചാ ഹോർമോൺ കുറവായിരുന്നു. അത് അദ്ദേഹം നേരിട്ട വലിയൊരു ആരോഗ്യ വെല്ലുവിളിയായിരുന്നു. അടുത്ത ചോദ്യം. കുട്ടിക്കാലത്ത് മെസ്സിയുടെ ചികിത്സാ ചിലവുകൾ ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം സ്പെയിനിലേക്ക് മാറിയത്. ഏത് ക്ലബ്ബാണ് ആ സഹായം ചെയ്തത്? ചോദ്യം നോക്കിക്കോളൂ. കുട്ടിക്കാലത്ത് മെസ്സിയുടെ ചികിത്സാ ചിലവുകൾ ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം സ്പെയിനിലേക്ക് മാറിയത്. ഏത് ക്ലബ്ബാണ് ആ സഹായം ചെയ്തത്? ഉത്തരം FC ബാഴ്സലോണ. FC ബാഴ്സലോണ എന്ന ക്ലബ്ബാണ് കുട്ടിക്കാലത്ത് മെസ്സിയുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചത്. അദ്ദേഹത്തിന് വളർച്ചാ ഹോർമോൺ കുറവായിരുന്നു അല്ലേ? നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് വളർച്ചാ ഹോർമോൺ കുറവായിരുന്നു. അപ്പോൾ ആ ചെലവുകൾ ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ച് അദ്ദേഹത്തിനെ സ്പെയിനിലേക്ക് കൊണ്ടുപോയത് FC ബാഴ്സലോണ ക്ലബ്ബാണ്. അടുത്ത ചോദ്യം. മെസ്സിയുടെ കരിയറിലെ പ്രധാന പങ്കുവഹിച്ച അദ്ദേഹത്തിൻ്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന കുടുംബാംഗം ആരാണ്? മെസ്സിയുടെ കരിയറിലെ പ്രധാന പങ്കുവഹിച്ച അദ്ദേഹത്തിൻ്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന കുടുംബാംഗം ആരാണ്? ഉത്തരം അച്ഛനായ ജോർജ് മെസ്സി. അപ്പോൾ മെസ്സിയുടെ കരിയറിലെ പ്രധാന പങ്കുവഹിച്ച അദ്ദേഹത്തിൻ്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന ആളാരാണ്? അദ്ദേഹത്തിൻ്റെ അച്ഛനായ ജോർജ് മെസ്സിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. മെസ്സി എവിടെയാണ് വളർന്നത്? മെസ്സി എവിടെയാണ് വളർന്നത്? ഉത്തരം തെക്കേ അമേരിക്കയിൽ. മെസ്സി വളർന്നത് തെക്കേ അമേരിക്കയിലാണ്. ലയണൽ മെസ്സി തൻ്റെ കുട്ടിക്കാലത്ത് ഏത് ക്ലബ്ബിലാണ് കളിച്ചത്? ലയണൽ മെസ്സി തൻ്റെ കുട്ടിക്കാലത്ത് ഏത് ക്ലബ്ബിലാണ് കളിച്ചത്? ഉത്തരം ന്യൂവെൽസ് ഓൾഡ് ബോയ്സ്. ലയണൽ മെസ്സി തൻ്റെ കുട്ടിക്കാലത്ത് ഏത് ക്ലബ്ബിലാണ് കളിച്ചിരുന്നത്? ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് എന്ന ക്ലബ്ബിലാണ് കളിച്ചിരുന്നത്. അടുത്ത ചോദ്യം. ലയണൽ മെസ്സിയുടെ ഭാര്യയുടെ പേരെന്താണ്? ലയണൽ മെസ്സിയുടെ ഭാര്യയുടെ പേരെന്താണ്? ഉത്തരം ആന്റോനെല റൊക്കൂസോ. ആന്റോനെല റൊക്കൂസോ എന്നാണ് ലയണൽ മെസ്സിയുടെ ഭാര്യയുടെ പേര്. ഏറ്റവും കൂടുതൽ തവണ ബലോൺ ഡിയോർ പുരസ്കാരം നേടിയ താരം ആരാണ്? ഏറ്റവും കൂടുതൽ തവണ ബലോൺ ഡിയോർ പുരസ്കാരം നേടിയ താരം ആരാണ്? ഉത്തരം ലയണൽ മെസ്സിയാണ്. ഏറ്റവും കൂടുതൽ തവണ ബലോൺ ഡിയോർ പുരസ്കാരം നേടിയ താരമാണ് ലയണൽ മെസ്സി.
അടുത്ത ചോദ്യം, മെസ്സി ആകെ എത്ര ബലോൺ ഡിയോർ അവാർഡുകൾ നേടിയിട്ടുണ്ട്? മെസ്സി ആകെ എത്ര ബലോൺ ഡിയോർ പുരസ്കാരങ്ങൾ അവാർഡുകൾ നേടിയിട്ടുണ്ട്? ഉത്തരം 7. അടുത്ത ചോദ്യം, നിലവിൽ ഏത് ക്ലബിലാണ് ലയണൽ മെസ്സി കളിക്കുന്നത്? നിലവിൽ ഏത് ക്ലബിലാണ് ലയണൽ മെസ്സി കളിക്കുന്നത്? ഉത്തരം ഇന്റർ മിയാമി. നിലവിൽ ഏത് ക്ലബിലാണ് ലയണൽ മെസ്സി കളിക്കുന്നത്? ഇന്റർ മിയാമി. അടുത്ത ചോദ്യം, ലയണൽ മെസ്സിയുടെ ജേഴ്സി നമ്പർ എത്രയാണ്? ലയണൽ മെസ്സിയുടെ ജേഴ്സി നമ്പർ എത്രയാണ്? ഇതെല്ലാവർക്കും അറിയാവുന്ന ഉത്തരമായിരിക്കും. എന്താണ്? 10. ലയണൽ മെസ്സിയുടെ ജേഴ്സി നമ്പർ എത്രയാണ്? 10 ആണ്. ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഗിന്നസ് റെക്കോർഡ് ആരുടെ പേരിലാണ്? ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഗിന്നസ് റെക്കോർഡ് ആരുടെ പേരിലാണുള്ളത്? ഉത്തരം ലയണൽ മെസ്സി. ലയണൽ മെസ്സിയുടെ പേരിലാണ് ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഗിന്നസ് റെക്കോർഡ് ഉള്ളത്. എത്ര ഗോളുകളാണ് അദ്ദേഹം നേടിയത്? 91 ഗോളുകളാണ് ലയണൽ മെസ്സി ഗിന്നസ് റെക്കോർഡ് നേടിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, കുട്ടിക്കാലം മുതൽ മെസ്സിയുടെ വിളിപ്പേര് എന്താണ്? കുട്ടിക്കാലം മുതൽ മെസ്സിയുടെ വിളിപ്പേര് എന്താണ്? ഉത്തരം ലാ പുൽഗ. കുട്ടിക്കാലം മുതൽ മെസ്സിയുടെ വിളിപ്പേര് ലാ പുൽഗ എന്നായിരുന്നു. അടുത്ത ചോദ്യം, ഏതു വർഷത്തിലാണ് ലയണൽ മെസ്സി അർജന്റീനയ്ക്കൊപ്പം തൻ്റെ ആദ്യത്തെ പ്രധാന അന്താരാഷ്ട്ര ട്രോഫി നേടിയത്? ഏതു വർഷത്തിലാണ് ലയണൽ മെസ്സി അർജന്റീനയ്ക്കൊപ്പം തൻ്റെ ആദ്യത്തെ പ്രധാന അന്താരാഷ്ട്ര ട്രോഫി നേടിയത്? ഉത്തരം വരുന്നത് 2021. 2021 ലയണൽ മെസ്സി അർജന്റീനയ്ക്കൊപ്പം തൻ്റെ ആദ്യത്തെ പ്രധാന അന്താരാഷ്ട്ര ട്രോഫി നേടിയത്. അടുത്ത ചോദ്യം, ലയണൽ മെസ്സി FC ബാഴ്സലോണയ്ക്ക് വേണ്ടി പ്രൊഫഷണൽ അരങ്ങേറ്റം കുറിച്ച വർഷം ഏതാണ്? ലയണൽ മെസ്സി FC ബാഴ്സലോണയ്ക്ക് വേണ്ടി പ്രൊഫഷണൽ അരങ്ങേറ്റം കുറിച്ച വർഷം ഏതാണ്? ഉത്തരം 2004. 2004 ലയണൽ മെസ്സി FC ബാഴ്സലോണയ്ക്ക് വേണ്ടി പ്രൊഫഷണൽ അരങ്ങേറ്റം കുറിച്ചത്. അടുത്ത ചോദ്യം, മെസ്സി ഇതുവരെ എത്ര ലോകകപ്പ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്? മെസ്സി ഇതുവരെ എത്ര ലോകകപ്പ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്? ഉത്തരം 26. മെസ്സി ഇതുവരെ 26 ലോകകപ്പ് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, മെസ്സിയെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. നിങ്ങൾ മെസ്സി ഫാനാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെസ്സിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങളെ ഈ ഒരു വീഡിയോ സഹായിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇനി തരാം. ചോദ്യം ഇതാണ്, ലയണൽ മെസ്സിയുടെ ജേഴ്സി നമ്പർ എത്രയാണ്? ലയണൽ മെസ്സിയുടെ ജേഴ്സി നമ്പർ എത്രയാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. ആർക്കൊക്കെ ഉത്തരം അറിയാവുന്ന നമുക്ക് നോക്കാം. ലയണൽ മെസ്സിയുടെ ജേഴ്സി നമ്പർ എത്രയാണ്? അപ്പോൾ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഈ വർഷത്തെ ലോകകപ്പ് ആര് നേടും എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ഗസ് ചെയ്യുക കേട്ടോ. ഗസ് ചെയ്ത് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അത് അറിയിക്കുക. നിങ്ങൾ എത്രത്തോളം മെസ്സി ഫാനാണ് എന്നുള്ളതും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അപ്പോൾ ഫ്രണ്ട്സ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.